ഈ കാണുന്നത് വീടിൻ്റെ ടെറസിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വാട്ടർ ഫിൽറ്ററിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇതെങ്ങനെ ബാക്ക് വാഷ് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യണം. അപ്പോൾ ആദ്യം മോട്ടർ അടിച്ചിട്ട് വെള്ളം ഈ 500 ലിറ്ററിൻ്റെ ടാങ്കിലോട്ട് വരും. അവിടെ നിന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിൽറ്ററിലേക്കാണ് ആദ്യം വെള്ളം വരുന്നത്. അവിടെ നിന്ന് പിന്നീട് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ഫിൽറ്ററിലേക്ക് വെള്ളം വന്ന് ആ വെള്ളമാണ് പ്യൂരിഫൈ ചെയ്തിട്ട് താഴേക്ക് പോകുന്നത്, വീടിൻ്റെ പൈപ്പ് ലൈനിലോട്ടൊക്കെ പോകും. അപ്പോൾ രണ്ടാമത്തെ ഫിൽറ്റർ ഇവിടെ വെള്ളത്തിന് അയൺ കണ്ടന്റ് കൂടിയിട്ടാണ് രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ഫിൽറ്ററിൻ്റെ ബാക്കി ഫിൽറ്ററിംഗ് ഒക്കെ നടക്കും. എല്ലാ ഫിൽറ്ററും ഇതുപോലെ ഒരു നോബ് കാണും. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഈ നോബിൽ 3 സെക്ഷൻസ് ഉണ്ട്. ഫിൽറ്റർ 1, ബാക്ക് വാഷ് 2, റിൻസ് 3, പിന്നെ ഒന്നും എഴുതാത്ത ഒരു സെക്ഷൻ ഉണ്ട്, അതിനെ ബൈപ്പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താ ചെയ്യണമെന്ന് ഇപ്പോൾ നോക്കാം. അപ്പോൾ ഈ നോബ് എപ്പോഴും തിരിക്കുമ്പോൾ ക്ലോക്ക് വൈസ് തിരിക്കണം. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫിൽറ്റർ 1ലാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് തിരിച്ച് ബാക്ക് വാഷിൽ കൊണ്ടു നോക്കണം. ബാക്ക് വാഷിൽ കൊണ്ടു നോക്കുമ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് കൂടി ഇത് ഫിൽറ്റർ ചെയ്ത് ഈ പഴയ വെള്ളം, ചെളിവെള്ളം, ആ സാധനങ്ങളൊക്കെ ഈ ഔട്ട്ലെറ്റ് കൂടി പുറത്തേക്ക് പോകും. അപ്പോൾ ആദ്യം ഇതിൽ ചെളിവെള്ളമായിരിക്കും വന്നിരിക്കുന്നത്. ഒരു യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വെള്ളമായിരിക്കും വരുന്നത്. അപ്പോൾ ആ വെള്ളം ആ ഷെയ്ഡ് മാറി ഇപ്പോൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രേ ഷെയ്ഡിലുള്ള വെള്ളമാണ് പോകുന്നത്. പഴുത്ത വെള്ളം പോയി ഇതിൻ്റെ കളർ ഒരു വൈറ്റ് ഷെയ്ഡ് ആവുന്നത് വരെ നമ്മളിങ്ങനെ നോക്കിയിട്ടാണ്. ഈ വെള്ളം ഇപ്പോൾ ഒരു നോർമൽ വാട്ടറിൽ ഷെയ്ഡൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് നേരം തോന്നിയത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോർമൽ വാട്ടർ ഷെയ്ഡ് ആയില്ലെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ നോബ് ഇപ്പോൾ കിടക്കുന്ന ടൂലാണ്. അത് 3ലേക്ക് ഇടുക. ക്ലോക്ക് വൈസ് തിരിച്ചിട്ട് നേരെ 3ലേക്ക് ഇടുക. അപ്പോഴും വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഷെയ്ഡ് ഏകദേശം ഒരു വൈറ്റ് കളറോ നോർമൽ വാട്ടറിലെ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ഫിൽറ്ററിൻ്റെ ബാക്ക് വാഷിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഫിൽറ്ററിൽ ബാക്ക് വാഷിൻ്റെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ വീണ്ടും നോബ് ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് 3ലാണ്. അത് തിരിച്ച് ക്ലോക്ക് വൈസിൽ തിരിച്ച് ഒന്നുമില്ലാത്ത സെക്ഷൻ, അതായത് ബൈപ്പാസിൽ സെക്ഷനിലോട്ട് ഇടണം. എന്നിട്ട് ബൈപ്പാസിൽ സെക്ഷനിലോട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഫിൽറ്ററിലേക്ക് നീങ്ങണം. നെക്സ്റ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അയൺ കണ്ടൻറ്റ് ഫിൽറ്റർ ഔട്ട് ചെയ്യുന്ന ഫിൽറ്ററാണ്. അപ്പോൾ ആ സെക്ഷനിലോട്ട് വരുമ്പോഴും ഇവിടെ ഡിഫോൾട്ട് കിടക്കുന്നത് ഫിൽറ്റർ എന്ന് പറഞ്ഞ സെക്ഷനായിരിക്കും. അത് തിരിച്ച് ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസ് തിരിക്കുക. ബാക്ക് വാഷ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോഴും ഇതുപോലെ തന്നെ വെള്ളം ഔട്ട്ലെറ്റ് കൂടി പുറത്തേക്ക് പോകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിനാൽ ഇവിടെ വെള്ളത്തിന് കളർ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രോസസ്സ് വേഗം തീർക്കാം. നേരെ നോബ് ഇപ്പോൾ കിടക്കുന്നത് ബാക്ക് വാഷാണ്. ബാക്ക് വാഷിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് തിരിക്കുക. 3യിൽ കൊണ്ടുവന്ന് റിൻസിലോട്ട് സെലക്ട് ചെയ്യുക. വീണ്ടും വെള്ളം ഔട്ട്ലെറ്റ് കൂടി പോകുന്നതായിരിക്കും. കുറച്ച് നേരം ഇത് വെയിറ്റ് ചെയ്തിട്ട് കളർ ചേഞ്ച്, വെള്ളത്തിൻ്റെ കളർ ഓക്കെ ആണെന്ന് കാണുമ്പോൾ ഇപ്പോൾ 3യിലാണ് നമ്മൾ നോബ് കിടക്കുന്നത്. ഈ നോബ് നമ്മൾ നേരത്തെ ഫിൽറ്ററിലോട്ട് നേരത്തെ നമ്മൾ ഫിൽറ്റർ 1ൽ നമ്മൾ ബൈപ്പാസിലേക്കാണ് ഇട്ടത്. അതിന് പകരം ഇത് കറക്കി തിരിച്ച് നേരെ ഫിൽറ്റർ 1ൽ കൊണ്ടുവന്നിടുക. കഴിഞ്ഞ് ഇവിടെ വന്ന് പഴയ ബൈപ്പാസിൽ കിടക്കുന്നത് കറക്കി തിരിച്ച് ഫിൽറ്ററിലിടുക. വെള്ളത്തിൻ്റെ ഔട്ട്ഫ്ലോ, അത് പുറത്തേക്ക് വന്ന വെള്ളം സ്റ്റോപ്പ് ചെയ്യും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി.